കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാൻ സിയോൻകുന്ന് സഭയിലെ ദൈവമക്കളുടെ ദൈവവചനത്തോടുള്ള താല്പര്യത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകാത്ത വിധത്തിൽ അത്രയ്ക്ക് പ്രശംസനീയമാണ്. കാരണം വളരെ ശക്തമായ മഴയാണ്. എന്നാൽ ആ മഴ ഉണ്ടായിരുന്നിട്ടും ഇത്രയും താല്പര്യത്തോടെ ദൈവവചനം ധ്യാനിക്കുവാൻ, ദൈവവചനം ചിന്തിക്കുവാൻ, പഠിക്കുവാൻ കാണിക്കുന്ന താല്പര്യത്തിന് പ്രത്യേകം ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. ഞാൻ മാത്രം അല്ല, കർത്താവും നിങ്ങളുടെ താല്പര്യത്തെ തീർച്ചയായിട്ടും മാനിക്കുകയും അതിന് പ്രതിഫലങ്ങളും അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളതിന് തർക്കമില്ല. നമ്മുടെ പഠനം തുടരുകയാണ്. കഴിവതും അല്പം കൂടെ വേഗത്തിൽ പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ധ്യാനിച്ച് തുടങ്ങിയത്, ചിന്തിച്ച് തുടങ്ങിയത്. വെളിപാട് പുസ്തകത്തിലെ ആദ്യത്തെ കർത്താവിൻ്റെ വെളിപാട്, അല്ലെങ്കിൽ യോഹന്നാൻ ഉണ്ടാകുന്ന ആദ്യത്തെ ദർശനമാണ്. ആദ്യത്തെ ദർശനമാണ് 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത് യോഹന്നാൻ തന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ സന്ദർഭം, സ്ഥലം യോഹന്നാൻ പത്മോസ് ദ്വീപിലാണ്, അല്ലേ? പത്മോസ് എന്ന ദ്വീപിലാണ്. അതിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇത് ധ്യാനിക്കുമ്പോൾ വളരെ വിസ്തൃതമായ പഠനമാണിത്. ക്രിസ്ത്യാനികളോട് ഇത്രമാത്രം വിരോധമുണ്ടാകാനുള്ള കാരണം എന്താണ്? അത് യഹൂദന്മാർക്ക് മാത്രമല്ല, സ്വാഭാവികമായിട്ട് യഹൂദന്മാർക്കുണ്ടാവാം. എന്നാൽ റോമ സാമ്രാജ്യത്തിൽ നിന്ന് ഉണ്ടായ എതിർപ്പ് നിമിത്തമാണ് ഈ ദൈവദാസൻ എവിടെ പോയത്? പത്മോസ് ദ്വീപിൽ പോകേണ്ടി വന്നു. അതിന് ഒരുപാട് കാരണങ്ങൾ, 1, 2, 3 എന്ന് പറയത്തക്ക ഒരുപാട് കാരണങ്ങൾ. അങ്ങനെ താൻ പത്മോസിൽ ചെന്നപ്പോൾ ആദ്യം കാണുന്ന ദർശനമാണ്. അതിൽ തന്നെ 9-10 വാക്യങ്ങളിൽ യോഹന്നാൻ തന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ താൻ പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലേ? 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 9-ാം വാക്യം, നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായി യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. 1, താൻ പറയുന്നു ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. 2-മത് താൻ പറയുന്നു ഞാൻ നിങ്ങളുടെ കൂട്ടാളിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് ചിന്തിച്ചുകൊണ്ട് ആവർത്തിക്കുന്നില്ല. പിന്നീട് താൻ പറയുന്നത് താനും ദൈവജനവുമായിട്ടുള്ള ബന്ധം പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് നോക്കുക, ഞാൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. 9-ാം വാക്യം, ഞാൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്ന അടുത്ത കാര്യം, ഞാൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. 3-ാമത്തെ ഒരു കാര്യം തന്നെക്കുറിച്ച് പറയുന്നത് 10-ാം വാക്യത്തിലാണ്. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നമ്മൾ അവിടെയാണ് ഒടുവിൽ പ്രധാനമായിട്ടും ചിന്തിച്ചത്, ആത്മവിവശനായി. ഇതിന് ഒരുപാട് വചനങ്ങളുണ്ട് കേട്ടോ പഴയ നിയമത്തിൽ. അപ്പം കഴിഞ്ഞ ആഴ്ച ഒരു സംശയം നമ്മുടെ മനസ്സിൽ വന്നത്, ഈ വിവശതയിലാകുമ്പോൾ നമ്മുടെ ബുദ്ധിയെല്ലാം അബലമായി പോകുമോ എന്നാണ്. അല്ല,
ഞാനത് കുറച്ചുകൂടി ഒന്ന് വ്യക്തമായി പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. തൻ്റെ പിടി തന്നിൽ നിന്ന് വിട്ടു. ആരുടെ നിയന്ത്രണത്തിലായി? പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായി. അതാണ് എൻ്റെ ശരിക്കുമുള്ള അർത്ഥം. എന്താ? തൻ്റെ കൺട്രോള്, തൻ്റെ മേലുള്ള തൻ്റെ കൺട്രോള് പോയി. ആ മുഴുവൻ കൺട്രോളും ആരെ ഏറ്റെടുത്തു? പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു. അതാണ് ആത്മവിവശത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും അടുത്ത് നമ്മൾ കാണുന്നത് 11-ാം വാക്യത്തിൽ നമ്മൾ തുടക്കം ഒന്ന് വിട്ടിട്ട് 11-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്ന പത്മോസിൽ വെച്ച് തനിക്കുണ്ടായ അനുഭവങ്ങളിൽ താൻ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഉണ്ട്. എന്താ? കർത്താവിൻ്റെ മഹാനാദം ഞാൻ കേട്ടുവെന്നാണ്. നോക്കുക, 11-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ വാചകം. എല്ലാവരും ബൈബിളിലോട്ട് നോക്കണേ. ക്ലാസ്സിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നെങ്കിലും ക്ലാസ്സിലോട്ട് എത്താൻ ഇത്തിരി സമയം എടുക്കുമല്ലേ? അത് വരാതെ നേരെ ക്ലാസ്സിലോട്ടും കയറുക. ആ 11-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ വാചകം, ഒടുവിലത്തെ പ്രയോഗം നോക്കുക. കാഹളത്തിനൊത്ത മഹാനാദം പുറകിൽ കേട്ടു. അപ്പോൾ പത്മോസിൽ എത്തിയ യോഹന്നാൻ താൻ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത യേശുവിൻ്റെ ശബ്ദം ധാരാളം കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് വരെ താൻ കേട്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക ശബ്ദം. ആ ശബ്ദത്തെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ച് ഈ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയുമുള്ള ശബ്ദമാണ് കർത്താവിൻ്റെ ശബ്ദം താൻ കേട്ടത്. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. നമ്മളൊന്ന് ചിന്തിക്കണം, എന്തുകൊണ്ട് ഈ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം പത്മോസിൽ യോഹന്നാന്റെ മുമ്പിൽ കർത്താവ് ശബ്ദം ഉണ്ടാക്കിയത് എന്തായിരിക്കും? അല്പം ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. എന്താ? തൻ്റെ ചുറ്റും കേൾക്കുന്നത് എന്താ? ചുറ്റും കേൾക്കുന്നത് കടലിലെ വെള്ളത്തിൻ്റെ ശബ്ദമാണ് താൻ കേൾക്കുന്നത്. ആ ശബ്ദത്തെ വെല്ലുന്ന ശബ്ദമാണ് യോഹന്നാന്റെ കാതുകളിൽ ഇവിടെ മുഴങ്ങുന്നത്. ദൈവത്തിൻ്റെ അഥവാ കർത്താവിൻ്റെ ശബ്ദത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ നമ്മൾ ധാരാളം വായിക്കുന്നുണ്ട്. ഞാൻ ആ വചനങ്ങളെല്ലാം ഉദ്ധരിക്കുന്നില്ല. 29-ാം സങ്കീർത്തനത്തിലൊക്കെ യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു എന്നുള്ള പ്രയോഗമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ കേൾക്കുന്നത് കർത്താവിൻ്റെ മഹാനാദമാണ് താൻ കേൾക്കുന്നത്. ഇനിയും ആ മഹാനാദത്തിൽ കർത്താവ് നൽകുന്ന ഒരു നിർദ്ദേശം. എന്താണ് ആ നിർദ്ദേശം? അത് 11-ാം വാക്യത്തിൽ തുടങ്ങുക. എന്താ? നീ കാണുന്നത് എന്ത് ചെയ്യണം? ഒരു പുസ്തകത്തിൽ എഴുതണം. പിന്നീട് 7 സഭകളുടെ പേരവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ സഭകളുടെ പേരങ്ങ് വായിക്കും. എഫേസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. 2-3 അധ്യായങ്ങളിൽ ഈ സഭകൾക്കുള്ള ദൂതമുണ്ട്. അപ്പോൾ ഈ സഭകൾക്ക്, ഈ 7 സഭകൾക്ക് കർത്താവ് നൽകുന്ന സന്ദേശം എഴുതി അയക്കുക. അപ്പോൾ ഇവിടെ നമ്മളോട് തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. ഓരോ ദൈവവൈതലിനെ കുറിച്ചും സ്വർഗത്തിലെ ദൈവത്തിനൊരു നിയോഗമുണ്ട്. ഇവിടെ നമ്മൾക്ക് ആ വാക്ക് ചേർത്ത് പഠിക്കുന്നതാണ് നല്ലത്. ദൈവത്തിനൊരു നിയോഗമുണ്ട്. അവിടെ പറയുന്നത് എന്താ? നീ കാണുന്നത് എന്ത് ചെയ്യണം? ഒരു പുസ്തകത്തിൽ എഴുതണം. 1 എഴുതണം, 2 അയക്കണം. 2 നിർദ്ദേശങ്ങളാണ്. എഴുതുക, പിന്നെ അയക്കുക. ഇന്ന് നമ്മളിൽ പലർക്കും
ഇല്ലാത്ത രണ്ട് കാര്യങ്ങളാണല്ലേ ഇത്. എന്താ, ചില എന്നോട് തന്നെ പറയാറുണ്ട്, ബ്രദറെ എനിക്ക് ദൈവം അങ്ങനത്തെ കൃപ തന്നിട്ടില്ല. ഏത് കൃപ? എഴുതാനുള്ള കൃപ എനിക്ക് തന്നിട്ടില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവം ആരംഭം മുതൽ തൻ്റെ ഭക്തന്മാരോടും തൻ്റെ ദാസന്മാരോടും പറഞ്ഞിട്ടുള്ള ഒരു നിയോഗമാണ് എന്താ? എഴുതുക. ഇതധികം ആരും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗം കൂടെ എന്താ? എനിക്കതിനുള്ള രക്ഷപ്പെടുത്തല്ലേ അല്ലേ? എനിക്കതിനുള്ള കൃപയില്ല. ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതിയതാണ് മോശ തന്നെത്താൻ ചുമ്മാതങ്ങ് എഴുതിയതാണ്. ആണോ? പുസ്തകം വായിച്ചിട്ടുള്ളൊരു ആണോ? തനിക്ക് തോന്നിയപ്പോൾ അങ്ങ് എഴുതിയാണോ? അല്ല. ദൈവം പറഞ്ഞു, നീ ഇതൊരു പുസ്തകത്തിൽ എഴുതണം. സമാഗമന കൂടാരത്തിൽ അത് വയ്ക്കണം. നീ ഇത് എഴുതണം. ഇനി ആവർത്തന പുസ്തകത്തിലെ പാട്ടുകളെ കുറിച്ച് കാണുന്നത് എന്താ? ദൈവം നിയോഗം കൊടുത്തു, നീ പാട്ട് എഴുതണം എന്ന് മാത്രമല്ല, പിന്നെ ഇസ്രായേൽ ജനത്തെ പാടി കേൾപ്പിക്കണം. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ നിയോഗമാണ്. പലരും കണ്ടിട്ടില്ലാത്തതും പലരും ചെയ്യാത്തതുമായ ഒരു നിയോഗമാണിത്. നീ കാണുന്നത് എഴുതണം. എഴുതുക മാത്രമല്ല, പിന്നെ രണ്ടാമത് പറയുന്നത് എന്താ? സഭകൾക്ക് അയക്കണം. ഞാനൊരു വാക്ക് പറയട്ടെ. കർത്താവിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം, കർത്താവിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നറിയാം? സഭകളുടെ ആത്മീയ വർധനയാണ്. സഭകളുടെ ആത്മീയ വർധനയാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. കർത്താവിന് വലുത് എന്താ? സ്ഥലം സഭയാണ്. കർത്താവിൻ്റെ പ്രത്യേക ലക്ഷ്യത്തിലുള്ളത് സഭയാണ്. ഞാൻ എളിമയോടെ പറയട്ടെ, ഈ സഭയെ അവഗണിച്ചുള്ള ആത്മീയ ശുശ്രൂഷകൾ സ്വർഗത്തിലെ ദൈവം നൽകുന്ന മാർക്ക് വട്ടപൂജ്യമാണ്. സഭകളെ അവഗണിച്ചുള്ള ശുശ്രൂഷകൾ ഒരു ദൈവവേദന ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് തങ്ങളുടെ സ്ഥലം സഭകൾക്ക് ഒന്നാമത്തെ സ്ഥാനം നൽകുക എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ വിശദമായ ഭാഗത്തേക്ക് ഉദാഹരണ സഹിതമൊന്നും പോകുന്നില്ല. പുതിയ നിയമം നമ്മൾ പഠിച്ചാൽ, പുതിയ നിയമം എന്നല്ല, ബൈബിൾ നമ്മൾ പഠിച്ചാൽ കർത്താവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ദൈവത്തിൻ്റെ സഭയാണ്. ഞാനിവിടെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾ എൻ്റെ ഉത്തരം പറയണം. ഞാനിവിടെ ചേർന്ന് പറഞ്ഞോളാം. ദൈവം ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് എന്തിനാ? ദൈവം മനുഷ്യനെ നിർമ്മിച്ചത് എന്തിനാ? ദൈവം ഏദൻ തോട്ടം ഉണ്ടാക്കിയത് എന്തിനാ? എന്തിനാ? മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞിട്ട് അവനെ രക്ഷിക്കാൻ ദൈവം പദ്ധതി ഇട്ടത് എന്തിനാ? വീണുപോയ മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം പദ്ധതി ഇട്ടത് എന്തിനു വേണ്ടിയാണ്? ഇനിയും പോട്ടെ, ഒരു എടുത്തിയാട്ടം നടത്തുക, ലോകത്തെ മുഴുവൻ നശിപ്പിച്ച് പാവം നിമിത്തം. എന്തിനാ ഈ 3 കുടുംബത്തെ ദൈവം രക്ഷിച്ച് സൂക്ഷിച്ച്? ശേം, ഹാം, യാഫേത്ത്. എന്തിനാ? അത് കഴിഞ്ഞിട്ട് ദൈവം എന്തിനാ അബ്രഹാമിനെ വേർതിരിച്ചത്? മോശയെ വിളിച്ചത് എന്തിനാ? ന്യായപ്രമാണം കൊടുത്തത് എന്തിനാ? പ്രവാചകന്മാരെ അയച്ചത് എന്തിനാ? ഞാൻ ഇനി ഒരു എടുത്തിയാട്ടം നടത്തുകയാണ്. എന്തിനാ സ്ഥാപകനാണ് അയച്ചത്? യേശു ക്രിസ്തുവിനെ എന്തിനാ ഭൂമിയിൽ അയച്ചത്? ക്രിസ്തു എന്തിനാ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്? യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയത് എന്തിനു വേണ്ടിയാ? ഇനിയും കർത്താവ് മടങ്ങി വരുന്നത് എന്തിനാ? പറഞ്ഞേ. ഇതിനെല്ലാം ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഏതാ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരൊറ്റ ഉത്തരവ്: ദൈവസഭയ്ക്ക്. സഹോദരീ സഹോദരന്മാരെ, ദേഷ്യം വരുമ്പോൾ
സഭയിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യം കൂടെ പറയാം. ചില പറയാറുണ്ട് ഇവിടുത്തെ കാര്യമല്ല ഞങ്ങളുടെ അവിടുത്തെ കാര്യമാണ്. ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യം കൂടെ. സഭയെന്നുള്ളത് നല്ല സ്ഫുടമായിട്ട് നാക്ക് വളച്ച് പറയാൻ അറിയാമെങ്കിലും സായയുടെ അവിടെ ചായും ഭായയുടെ അവിടെ വായും ചേർത്ത് പറയുന്ന ഭക്തന്മാരുണ്ട്. കേട്ടോ, ഇതൊക്കെ ന്യായവിധി വിളിച്ചു വരുത്തുന്ന കാര്യമാണ്, ക്ഷണിച്ചു വരുത്തുന്ന കാര്യം. വലിയവനായ ദൈവത്തിൻ്റെ, ത്രിയേക ദൈവത്തിൻ്റെ, ഞാനതൊക്കെ പറയാൻ നിന്നാൽ കഴിഞ്ഞ ആഴ്ച ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച എനിക്ക് ആദ്യത്തെ അധ്യായം തീരുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാൾ. ഇതൊക്കെ പറയാൻ നിന്നാൽ ഈ അധ്യായവും തീരത്തില്ല, വാക്യവും തീരത്തില്ല. ത്രിയേക ദൈവം, പിതാവായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലെ താല്പര്യം എന്താണെന്നറിയാമോ? എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. സകലവും നിർമ്മിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ, പിതാവായ ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മമാണ് ഏത്? സഭ. 2, പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടന്നു. പുത്രൻ ചെയ്തു, പുത്രൻ വന്ന് സഭയെ ഉളവാക്കാൻ വേണ്ടി തൻ്റെ ജീവൻ കൊടുത്തു മരിച്ചും അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക്. പുത്രന്റെ ജോലി കഴിഞ്ഞു. ഇനി പരിശുദ്ധാത്മാവ് എന്തിനാ ഭൂമി വന്നേ? എൻ്റെ സഹോദരി സഹോദരന്മാരെ, വേറെ ഒന്നും നമ്മൾ ക്ലാസ് കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ദൈവസഭയ്ക്ക് എത്രമാത്രം പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നോക്കണം, ഈ സ്ഥലം സഭയ്ക്ക് 2 ആസ്പെക്ട്സ് ഉണ്ട്, 2 വീക്ഷണങ്ങളുണ്ട് അല്ലേ? 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്നതാ സാർവത്രിക സഭ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്ന അതാണെന്ത്? സാർവത്രിക സഭ. രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളെയും ഉൾക്കൊള്ളുന്നതാണ് സാർവത്രിക സഭ. ഇനി ആ സാർവത്രിക സഭയുടെ, യൂണിവേഴ്സൽ ചർച്ച് എന്ന് ഇംഗ്ലീഷിൽ പറയും, സാർവത്രിക സഭയുടെ ദൃശ്യരൂപമാണ് ഏത്? പ്രാദേശിക സഭ. അപ്പോൾ ദൈവം സാർവത്രിക സഭയ്ക്ക് നൽകിയിരിക്കുന്ന അതേ പ്രാധാന്യം തന്നെ എന്തിനും നൽകിയിട്ടുണ്ട്? പ്രാദേശിക സഭയ്ക്കും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രാദേശിക സഭകളോട് നമ്മൾക്ക് പ്രത്യേകം എന്ന് പറഞ്ഞാൽ, ഞാൻ അതിന് ശരിക്കും അടിവരയിട്ടൊരു വാക്ക് പറയാം. കർത്താവ് ഒരു സ്ഥലം സഭയെ എങ്ങനെ കാണുന്നുവോ അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനും സ്ഥലം സഭയെ കാണും. നമുക്കിവിടെ 7 സഭകൾക്കുള്ള ദൂത് കാണാൻ പറ്റും. ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ, 1, സ്ഥലം സഭകളെല്ലാം കർത്താവിൻ്റെ മഹത്വം കാണും. നമുക്ക് ഈ സഭകളെ ദൂതിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് ചിന്തിക്കാം. സഭയിൽ കർത്താവിൻ്റെ മഹത്വം ഓരോ സഭയും കാണാം. ഒരു ഉദാഹരണം ഞാൻ എല്ലാത്തിലേക്കും മുന്നേ എഫെസോസ് സഭയിൽ കർത്താവിൻ്റെ മഹത്വം കർത്താവ് വെളിപ്പെടുത്തി എങ്ങനെയാണെന്ന് ആ സഭയോട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ മഹത്വം നോക്കി തുടങ്ങുന്നത് എങ്ങനെയാണ്? 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. എന്താ കർത്താവിൻ്റെ മഹത്വം? 7 നക്ഷത്രം കയ്യിൽ പിടിച്ചുകൊണ്ട്, പിന്നെ 7 പൊൻവിളക്കുകളുടെ, കണ്ടോ? ഇതാ കർത്താവിൻ്റെ മഹത്വം. ഇത് സഭ കാണണം. കർത്താവിൻ്റെ കയ്യിലെ 7 നക്ഷത്രവും കർത്താവ് സഭകളുടെ അഥവാ 7 പൊൻനിലവകളുടെ നടുവിൽ നടക്കുന്നതുമാണ് കർത്താവിന്. ഇങ്ങനെ ഓരോന്നുമുണ്ട്. ഇരുവാഴ്ചയുടെ വാള് പുറപ്പെടുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. 1, കർത്താവിൻ്റെ മഹത്വം കാണും. 2, കർത്താവിന് സഭയോട് പറയാനുള്ളത്, സഭകളോട് പറയാനുള്ളത് കേൾക്കണം. 3,
സഭയ്ക്കുള്ള കുറവുകൾ കർത്താവ് ബോധ്യപ്പെടുത്തുമ്പോൾ ആ കുറവുകൾ ഉൾക്കൊള്ളണം. ഉണ്ടോ? ഓരോ സഭയ്ക്കും എന്താ പറയുന്നുണ്ട്? ആ സഭകളുടെ കുറവുകൾ പറയുന്നില്ല, ഇപ്പൊ പറയുന്നുണ്ട്. എല്ലാ സഭകളും ഇല്ല, ഓരോ സഭകളുടെ കുറവുകൾ പറയുന്നുണ്ട്. കർത്താവ് പറയുന്ന കുറവുകൾ കേൾക്കണം, സഭയുടെ കുറവുകൾ കേൾക്കണം. സഭ ഏറ്റവും മഹത്വമാണ്, ഒരു കുഴപ്പവും ഇല്ല, ഞങ്ങളെല്ലാവരും ശരിയായിട്ടിരിക്കുകയാണ്, ഞങ്ങളെല്ലാം സമ്പന്നരാണ്, ധനികരാണ്, ഒരു കുഴപ്പവും ഇല്ലെന്നുള്ളതല്ല. കർത്താവ് സഭയെക്കുറിച്ച് പറയുന്ന കുറവുകൾ എന്താണെന്നുള്ളത് സഭ തിരിച്ചറിയണം. ഇനിയും അടുത്തെന്താ? സഭ മാനസാന്തരപ്പെടാൻ കർത്താവ് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? കുറവുകൾ ബോധ്യപ്പെട്ടാൽ കറക്ഷൻ, തിരുത്തൽ ആവശ്യമാണ്, മാനസാന്തരപ്പെടണം. ഇനി ഒടുവിൽ ഇതെല്ലാം പറഞ്ഞ് നിരാശപ്പെടുത്തുകയല്ല, പിന്നെ ഞാൻ വരുമ്പോൾ ജയിക്കുന്നവന് ഞാൻ പ്രതിഫലം നോക്കണം. ഒരു സ്ഥലം സഭയുടെ ആത്മീക വർധനവാണ് കർത്താവിൻ്റെ. അതിനാണ് ഈ 7 സഭകളെ പ്രത്യേകം പേര് പറഞ്ഞ് കർത്താവ് ആ സഭകൾക്ക് ദൂത് നൽകുന്നത്. യോഹന്നാനോട് പറയുകയാണ്, നീ ഈ ദൂതുകൾ ഞാൻ നിനക്ക്, അഥവാ അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്ക് കണ്ടോ, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി ഈ 7 സഭകൾക്ക് അയച്ചു കൊടുക്കണം. ഞാനത് 7 സഭകളെ ഉള്ളൂ, ആസിയിൽ 7 സഭകളല്ല കേട്ടോ, വേറെ സഭകളുണ്ട്, അത് ഞാൻ പിന്നാലെ പറയാം. എന്നാൽ ഈ 7 സഭകൾക്ക് മാത്രമായിട്ട് കർത്താവ് ദൂത് നൽകുകയാണ്. ഇനിയും 11-ാം വാക്യം നമ്മൾ കണ്ടു, 12-ാം വാക്യം നോക്കുക. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് ആ വാക്യം ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നോട് സംസാരിച്ച നാദം എന്ന് പറഞ്ഞാൽ ശബ്ദം. എന്നോട് സംസാരിച്ച ശബ്ദം എന്തെന്ന് കേൾക്കാനാണോ കാണാനാണോ? സാധാരണ ശബ്ദം കേൾക്കാനാ തിരിയാറുള്ളല്ലേ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ആ ശബ്ദം കാണാൻ യോഹന്നാൻ എന്ത് ചെയ്തു? തിരിഞ്ഞു. ആ ശബ്ദം കാണാൻ. യേശു കർത്താവാണ് സംസാരിക്കുന്നത്. തനിക്ക് ഇതുവരെയും പരിചയമില്ലാത്ത ഒരു ശബ്ദമാണ്. ആ ശബ്ദം എന്തെന്ന് തിരിച്ചറിയാൻ താന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ്. അടുത്തതാണ് 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. കാണുവാൻ തിരിഞ്ഞപ്പോൾ താൻ കാണുന്ന കർത്താവ്. വളരെ വേഗം ഞാനത് പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുക. യേശു കർത്താവിനെ യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ കാണുന്നത് തൻ്റെ തികഞ്ഞ മഹത്വത്തിൽ കാണുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മറന്നു പോകരുത്. ഓരോ ക്ലാസ്സിൽ ആവർത്തിക്കാൻ നിവർത്തിയില്ല, ഒറ്റ വാചകത്തിൽ ഞാൻ പറഞ്ഞു പോകാം. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ സഭ. നമ്മൾ രക്ഷിക്കപ്പെട്ടത് സഭയ്ക്കകത്ത് വെച്ചല്ല, രക്ഷിക്കപ്പെട്ടത് ലോകത്തിൽ വെച്ച. ലോകത്തിൽ വെച്ച് നമ്മൾ കണ്ട ക്രിസ്തുവിനെയല്ല സഭയിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത്. ദൈവം എന്ന് വെച്ചാൽ നമുക്കത് പിന്നാലെ പല കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. ഇവിടെ കർത്താവിനെ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത് നോക്കുക. താൻ തിരിഞ്ഞപ്പോൾ കാണുന്നത് എന്താ? കർത്തൃ സാന്നിധ്യം യോഹന്നാൻ കാണുന്നത്. 13-ാം വാക്യം, 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ. നമുക്കിനിയും അടുത്ത കാര്യം പിന്നാലെ. 7 പൊൻനിലവിളക്കുകൾ. ഈ പൊൻനിലവിളക്കുകൾ ഏതാണ്? 7 നിലവിളക്കുകൾ എന്താണ്? അത് ഇതിൻ്റെ ഒടുവിൽ തന്നെ പറയുന്നുണ്ട്. കർത്താവ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ പറയുന്നു. 20-ാം വാക്യത്തിലുണ്ട് 7 നിലവിളക്കുകൾ എന്താ? 7
സഭകളാണ്. അപ്പോൾ ഈ 7 സഭകളുടെ നടുവിൽ കർത്താവ് നടക്കുക. ഇവിടെ കർത്താവിന് സർവ സ്വാതന്ത്ര്യത്തോടെ നടക്കാനുള്ള സ്ഥലമാണ് ദൈവത്തിൻ്റെ സഭ. കർത്താവിന് സമ്പൂർണമായ സ്വാതന്ത്ര്യം സഭയ്ക്കുള്ളിലുണ്ട്. ഞാനിവിടെ ഒരു വസ്തുത ഒരു അനുഗ്രഹീതനായ ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമാണ്. ഈ 7 നിലവിളക്കുകളും പ്രത്യേകം വെച്ചിരിക്കുന്നു, അല്ലേ? 7 നിലവിളക്കുകളും പ്രത്യേകം വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ 7 സ്ഥലം സഭകൾ. ഇനി ചിന്തിക്കുക, ഈ നിലവിളക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പൊൻ ചരടുണ്ടെന്ന് വിചാരിക്കുക. ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ ഈ 7 നിലവിളക്കുകൾ ഒന്നിനെ ചുറ്റി, പിന്നെ രണ്ടാമത്തേനെ ചുറ്റി, ഇങ്ങനെ 7 എണ്ണത്തിനെയും ചുറ്റി പൊൻ ചരടാണെന്നിരിക്കും. പൊന്നുകൊണ്ടുള്ളത്, അല്ലാതെ സാധാരണ കയറൊന്നും അല്ല. അങ്ങനെയുള്ള ചരടാണെങ്കിലും കർത്താവിന് നടക്കാൻ പറ്റുമോ? എൻ്റെ നടക്കൂടെ? പൊൻ ചരടുകൊണ്ടാണെങ്കിലും സഭകളെ തമ്മിൽ കെട്ടാൻ പാടില്ല. സ്ഥലം സഭകൾ സമ്പൂർണമായി സ്വതന്ത്രമാണ്. യേശു കർത്താവിന് നമ്മുടെ ഇടയിൽ തന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങളോടൊക്കെ തന്നെ പല ആളുകളും പറയാറുണ്ട്, നമുക്കുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? ബ്രദറുകാരുടെ കുഴപ്പം എന്താണെന്നറിയാമോ? ഒരു കേന്ദ്രമൊന്നും ഇല്ല. എന്നിട്ടൊരു വാക്യം കൂടെ പറയും, ഓരോരുത്തൻ താന് ബോധിച്ചതുപോലെ. അങ്ങനെയാണോ നമ്മൾ കിടക്കുന്നത്? ഓരോരുത്തരും താൻ ബോധിച്ചതുപോലെ അല്ല. സഭകളെ തമ്മിൽ കെട്ടാൻ പാടില്ല, ബന്ധിപ്പിക്കാൻ പാടില്ല. ഈ 7 സഭകളും പ്രത്യേകം വച്ചിരിക്കുകയാണ്. കർത്താവിന് ഇതിൻ്റെ നടുവിലൂടെ സ്വാതന്ത്ര്യമായി നടക്കാനുള്ള സൗകര്യമാണ് സ്ഥലം സഭകളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ നോക്കിയേ, എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് സ്ഥലം സഭകളെ? എന്തിനോടാ? പൊൻ നിലവിളക്കുകളോട്. ഞാൻ വേഗം പറയട്ടെ, ഈ പൊൻ നിലവിളക്കുകൾ ബൈബിൾ പരിശോധിച്ചാൽ, തിരുവെഴുത്ത് പരിശോധിച്ചാൽ, ഈ പൊൻ നിലവിളക്കുകൾ എവിടെ ഉണ്ടായിരുന്നതാണ്? ദൈവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് വെച്ചിരുന്ന 3 ഉപകരണങ്ങളാണ്. ദൈവാലയത്തിൻ്റെ സമാഗമന കൂടാരം മുതൽ ഏറ്റവും ഒടുവിലത്തെ ദൈവാലയം വരെ പരിശോധിച്ചാൽ വിശുദ്ധ സ്ഥലത്ത് വെച്ചിരുന്ന 3 ഉപകരണങ്ങളാണ്. 1 നിലവിളക്ക്, 2 കാഴ്ചയപ്പത്തിൻ്റെ മേശ, 3 ധൂപ പീഠം. എബ്രായർ ലേഖനം 9-ാം അധ്യായത്തിലുണ്ട്. പുതിയ നിയമത്തിലെ അതിൻ്റെ വ്യാഖ്യാനം കണ്ടു. എബ്രായർ 9-ലുണ്ട്. അപ്പോൾ ഈ ദൈവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് വെച്ചിരുന്നതാണ് ഈ പൊൻ നിലവിളക്ക്. ഇനി ശ്രദ്ധിക്കുക, പ്രാകാരത്തിൽ 2 ഉപകരണങ്ങളുണ്ട്. ദൈവാലയത്തിൻ്റെ പ്രാകാരത്തിൽ 2 ഉപകരണങ്ങൾ ഏതൊക്കെയാ? യാഗപീഠവും താമ്രത്തൊട്ടി. ഇത് രണ്ടുമാണ് ഇവിടെ പ്രാകാരത്തിൽ വെച്ച്. അതിവിശുദ്ധ സ്ഥലത്തിൽ ഒരൊറ്റ ഉപകരണമേ ഉള്ളൂ. ഏതാ? നിയമ പെട്ടകം അഥവാ സാക്ഷ്യ പെട്ടകം. ഞാൻ ഇതെന്തിനാ പറഞ്ഞതെന്നറിയാമോ? ഈ പ്രാകാരം ലോകത്തെ കാണിക്കുക. പ്രാകാരത്തിൽ ഏതൊക്കെയാ ഉള്ളത്? യാഗപീഠവും താമ്രത്തൊട്ടി. യാഗപീഠം എന്തിനെ കാണിക്കുകയാണ്? കർത്താവായ യേശുവിൻ്റെ ക്രൂശ് കാണിക്കുകയാണ്. യേശു ക്രിസ്തു ലോകത്തിൽ വന്നു, കുരിശിൽ മരിച്ചു. യേശു ക്രിസ്തുവിനാൽ നമ്മൾ എന്ത് ചെയ്തു? ശുദ്ധീകരണം പ്രാപിച്ചു. അപ്പോൾ യാഗപീഠവും കഴിഞ്ഞു,
താമ്രത്തൊട്ടിയും കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാ കയറുന്നത്? സഭയിലായിട്ടാ കയറുന്നത്. അപ്പോൾ വിശുദ്ധ സ്ഥലം എന്തിനെ കാണിക്കുകയാണ്? വിശുദ്ധ സ്ഥലം ദൈവ സഭയെ കാണിക്കുകയാണ്. ദൈവസഭയെ സംബന്ധിച്ച് പറയുന്ന അനുഗ്രഹീതമായ ഒരു ഏറ്റവും ഉന്നതമായ ഒരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഒരു പ്രതിരൂപമാണ് ഏത്? നിലവിളക്ക് എന്ന് പറയുന്നത്. ഞാൻ ഈ നിലവിളക്കിനോട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. നിലവിളക്കിന്റെ ജോലി എന്താ? വെളിച്ചം നൽകുക എന്നുള്ളതാണ്. വെളിച്ചം നൽകുക എന്നുള്ളതാണ് നിലവിളക്കിന്റെ ജോലി. ഈ വെളിച്ചം ദൈവസഭയിൽ നൽകുന്ന 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, കർത്താവായ യേശുക്രിസ്തു താൻ തന്നെയാണ്. അധികം വിശദീകരിക്കുന്നില്ല. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശുക്രിസ്തുവിന്റെ വെളിച്ചം ലോകത്തിലേക്ക് പ്രസരിപ്പിക്കേണ്ടത്, പ്രകാശിപ്പിക്കേണ്ടത് എവിടെ നിന്നാണ്? സഭയ്ക്കകത്ത് നിന്നാണ്. സഭയുടെ ദൗത്യമാണ്. 2, വെളിച്ചം അഥവാ നിലവിളക്ക്. 2, നിന്റെ വചനം. 119 സങ്കീർത്തനം 105. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. അപ്പൊ നിലവിളക്ക് എന്തിനെ കാണിക്കുന്നു? ദൈവവചനത്തെ കാണിക്കുക. ദൈവസഭയിൽ വിശ്വാസികൾ ദൈവവചനം ഉൾക്കൊള്ളണം. ഓർക്കുന്നു, നമ്മുടെ കഴിഞ്ഞ കൺവെൻഷന്റെ സമാപനത്തിൽ പ്രൊഫസർ ജോൺ കുര്യൻ പറഞ്ഞത്, സഭയ്ക്കകത്ത് നിന്ന വചനം പുറത്തേക്ക് മുഴങ്ങിച്ചെല്ലണം. ദൈവവചനത്തിന്റെ വെളിച്ചം ലോകം അനുഭവിക്കേണ്ടത് എവിടുന്നാണ്? സഭയിൽ നിന്നാണ് അനുഭവിക്കേണ്ടത്. സഭയുടെ ദൗത്യമാണ്. 3, വെളിച്ചം എന്നുള്ളത് യേശുക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം, കർത്താവിന്റെ ഗിരിപ്രഭാഷണം. മത്തായി 5:14 എന്താ? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ, ദൈവസഭയിൽ കൂട്ടായ്മയിലുള്ള ദൈവ പൈതൽ എന്ത് ചെയ്യണം? അവന്റെ വെളിച്ചം ലോകത്തിന് നൽകണം. ഞാൻ എൻ്റെ വാക്യങ്ങളെല്ലാം എടുക്കാൻ നിവർത്തിയില്ല. ഇത്രയും മാത്രം ഇപ്പോൾ ചിന്തിക്കുക. 1, കർത്താവായ യേശുക്രിസ്തു. 2, ദൈവ വചനം. 3, ഒറ്റ വിശ്വാസി, ഇൻഡിവിജ്വൽ ബിലീവേഴ്സ്, ഓരോ വിശ്വാസി. ഇനിയും നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന കർത്താവ്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയും. സഭ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സാന്നിധ്യം വ്യക്തമായിട്ട് അറിയാം. സഭയ്ക്ക് നടുവിൽ എന്ത് ചെയ്യുക? കർത്താവ് നടക്കുക. പ്രിയ ദൈവമക്കളെ, സ്ഥലം സഭയിൽ നടക്കുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളിലും സംബന്ധിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ വ്യക്തമായും അനുഭവിച്ച് അറിയണം. വെറുതെ വായുകൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട്, വാക്കുകൊണ്ട് ഈ പ്രാർത്ഥിക്കാൻ ശീലിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് പദപ്രയോഗങ്ങൾ പറഞ്ഞുകൊണ്ട് അർത്ഥമില്ല. 2 3 പേര് എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിൽ തന്നെ ശീലിച്ചു വെച്ചേക്കല്ലേ. സ്റ്റീരിയോ ടൈപ്പിൽ ഇതങ്ങ് പറഞ്ഞു പോവുകയാണ്. പക്ഷേ ദൈവ സാന്നിധ്യം എത്ര ദൈവമക്കൾ അനുഭവിച്ചിട്ടാണ് ഒരു കൂടിവരവ് അവർ ആസ്വദിക്കുന്നത്. എത്ര പേര് കർത്താവിൻ്റെ സാന്നിധ്യം. നിലവിളക്കുകളുടെ നടുവിൽ ആരുണ്ട്? കർത്താവുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കണം. ഇനി നമ്മൾക്ക് ഈ 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന കർത്താവിൻ്റെ മഹത്വകരമായ എഴുസം അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ എഴുസം എന്ന് പറഞ്ഞാൽ ഈ വണ്ടർ അല്ലെങ്കിൽ അത്ഭുതം വെളിപ്പെടുത്തുന്നതിന്
ഏറ്റവും ഉയർന്ന ഒരു പദമാണ് ഇംഗ്ലീഷിൽ. എന്താ? എൗസം എന്നുള്ള വാക്ക്. കർത്താവിൻ്റെ നമ്മുടെ വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുവാൻ കഴിയാത്ത കർത്താവിൻ്റെ മഹത്വ പ്രദർശനം. ഞാൻ പെട്ടെന്ന് ഓരോന്നും വായിച്ചു പോകാൻ ശ്രമിക്കാം. ഒന്ന്, യോഹന്നാൻ അപ്പോസ്തലൻ 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന കർത്താവിനെ താൻ ഈ നാദം എന്താണെന്ന് കാണാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ കാണുന്ന കർത്താവിനെ കണ്ടോ? ഒന്ന്, എന്താ 13-ാം വാക്യം, 7 നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ ഒന്ന്, എന്താ? നിലയങ്കി ധരിച്ച കർത്താവ്. ഇംഗ്ലീഷിൽ ആ വാക്ക് എങ്ങനെയാണെന്നറിയാമോ? ക്ലോത്ത് വിത്ത് എ റോപ്പ് ഡൗൺ ടു ദ ഫീറ്റ് എന്നാണ്. മലയാളത്തിൽ നിലയങ്കി എന്നുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ ആ വചനം കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാം? കാൽപാദം വരെ ഉള്ള ഒരു നില അങ്കി ധരിച്ച കർത്താവിനെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ കാണുന്നത്. സഭയ്ക്കുള്ളിലെ കർത്താവ്. ഒന്ന്, സഭയ്ക്കുള്ളിലെ കർത്താവിനെ യോഹന്നാൻ കാണുന്നു. 1, 2 എന്ന് എഴുതിക്കോ, കുഴപ്പമില്ല, എഴുതുന്നവർ. ഒന്ന്, എന്താ? കാൽപാദം വരെ ഇറങ്ങിക്കിടക്കുന്ന ഒരു നിലയങ്കി കർത്താവ് ധരിച്ചിരിക്കുന്നു. എന്താ ഇത് കാണിക്കുന്നത്? ഞാൻ 3 വേദഭാഗങ്ങൾ പറയാം, എഴുതിയിട്ടാൽ മതി, സമയലാഭത്തിന് വേണ്ടി വീട്ടിൽ ചെന്ന് നോക്കിയാൽ മതി. ഒന്ന്, സഖറിയ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യോശുവ എന്ന് പറയുന്ന, അവിടെ ഞാൻ ഇനി പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. അവിടെ പുരോഹിതനെന്ന് പറഞ്ഞിട്ടുണ്ട്, മഹാപുരോഹിതനാണ് യോശുവ. എന്നാൽ യോശുവ മഹാപുരോഹിതൻ മാത്രമായിരുന്നില്ല, പ്രവാചകനും ആയി. ഈ നിലയങ്കി ധരിച്ചിരുന്ന യോശുവ ആരായിരുന്നു? പ്രവാചകനായി. 2, പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. വേറെ റെഫറൻസസ് ഉണ്ട്. 28-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. മഹാപുരോഹിതൻ ധരിക്കേണ്ട നിലയങ്കി. ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന, പുറപ്പാട് പുസ്തകത്തിലെ ദൈവാലയം ഏതാ? മൗനം വഞ്ചിക്കപ്പെടുന്നില്ലല്ലോ. പുറപ്പാട് പുസ്തകത്തിലെ ദൈവാലയം ഏതാ? സമാഗമന കൂടാരം. സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട മഹാപുരോഹിതനാണ് ആരാ? ആദ്യത്തെ മഹാപുരോഹിതൻ അഹ്റോൻ. അഹ്റോൻ ധരിക്കേണ്ട വസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, അവൻ ഈ നിലയങ്കി ധരിക്കണം. 3-ാമത് 1 ശമൂവേൽ 24-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ദാവീദിനെ അഭിഷേകം ചെയ്ത് പിൽക്കാലത്ത് പറയുകയാണ്, അവനും രാജകീയ നിലയങ്കി ധരിക്കുകയാണ്. ഈ നിലയങ്കി യേശുക്രിസ്തുവിന്റെ 3 ആളത്വ മഹത്വത്തെ കാണിക്കുകയാണ്. 1, യേശുക്രിസ്തു പ്രവാചകനാണ്. 2, കർത്താവായ യേശുക്രിസ്തു മഹാപുരോഹിതനാണ്. 3, യേശുക്രിസ്തു രാജാതി രാജാവാണ്. ഒരു പ്രവാചകന്റെ നിലയങ്കി ധരിച്ച് കർത്താവായ യേശുവിനെ ഈ ലോകം കാണുകയുണ്ടായി. അതും നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ്. അവന്റെ വസ്ത്രത്തിന് വേണ്ടി എന്ത് ചെയ്തു? ചീട്ടിട്ടു. തുന്നലില്ലാത്ത വസ്ത്രമായിരുന്നു അത്, ഒരു പ്രവാചകന്റെ വസ്ത്രം. ഞാൻ ഒരു വാചകത്തിൽ മാത്രം പറയാം, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രവാചക ശബ്ദമാണ് യേശു ക്രിസ്തുവിൽ കൂടെ ലോകം കേട്ടത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ
1-ാം വാക്യം. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തു. 2, കർത്താവായ യേശുക്രിസ്തു. ഈ നിലയങ്കി കാണിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്വത്തെയാണ്. യേശുക്രിസ്തു മഹാപുരോഹിതനായി പ്രവാചകനായി ലോകത്തിൽ ശുശ്രൂഷ തികച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇന്ന് സ്വർഗത്തിൽ മഹാപുരോഹിതനായി പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ശുശ്രൂഷിക്കുന്നു. കേൾക്കണേ, ഈ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഈ ദൈവാലയത്തിൽ ശുശ്രൂഷിച്ച മുഴുവൻ മഹാപുരോഹിതന്മാരും എങ്ങനെയാണ് ശുശ്രൂഷിച്ചത്? നിന്നുകൊണ്ടാണ് ശുശ്രൂഷിച്ചത്. എന്നാൽ ഈ ഒരേ ഒരു മഹാപുരോഹിതൻ മാത്രം എന്ത് ചെയ്യുന്നു? പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയാണ്. കാര്യം ഇനി നിൽക്കേണ്ട കാര്യം ഇല്ല. ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞ്. ഏതാ ശുശ്രൂഷ? പാപപരിഹാരം വരുത്തി. പാപപരിഹാരം വരാത്തിടത്തോളം കാലം പഴയ നിയമത്തിലെ മഹാപുരോഹിതന്മാർ എന്ത് ചെയ്യണമായിരുന്നു? ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിൽക്കണമായിരുന്നു. എന്നാൽ ഈ മഹാപുരോഹിതൻ പാപത്തിന് പരിഹാരം വരുത്തിയത് കൊണ്ട് ഇനി നിൽക്കേണ്ട കാര്യം ഇല്ല. പിതാവായ ദൈവം പറഞ്ഞു, നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്ന്. 3, ഈ നിലയങ്കി രാജത്വത്തെ കാണിക്കുക. എന്ന് സ്വർഗത്തിൽ മഹാപുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ കർത്താവ് രാജാതിരാജാവായി ലോകത്തിലേക്ക് വെളിപ്പെടാൻ പോവുകയാണ്. യേശുക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ 3 മഹത്വങ്ങളാണിത്. പ്രവാചകത്വം, മഹാപൗരോഹിത്യം, 3 യേശുക്രിസ്തുവിന്റെ രാജത്വം. ഇനി നോക്കുക, നിലയങ്കി ധരിച്ചുകൊണ്ട് നിൽക്കുന്ന കർത്താവിനെയാണ് യോഹന്നാൻ കാണുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിട്ടും 9 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ അധ്യായം ഇന്ന് എനിക്ക് തീർക്കണമെന്ന് വലിയ നിർബന്ധം. അതുകൊണ്ട് ഈ അടുത്ത് പറയാൻ പോകുന്ന 8 കാര്യങ്ങൾ ഞാൻ സൂപ്പർ ഫാസ്റ്റിന്റെ വേഗത്തിലായിരിക്കും പറയുക. എൻ്റെ കൂടെ നിങ്ങൾ നൽകാം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് 1 നിലയങ്കി ധരിച്ചു. 2, നോക്കിയേ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. കർത്താവിനെ കുറിച്ച് അടുത്ത് പറയുന്നത് മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. ഈ മാറത്ത് പൊൻകച്ച കെട്ടുക എന്നുള്ളത് പഴയ നിയമത്തിലെ മഹാപുരോഹിതനെ കാണിക്കുകയാണ്. മഹാപുരോഹിതൻ എന്ത് ധരിക്കണമായിരുന്നു? അതിന് മാറത്ത് പൊൻകച്ച എന്നല്ല എഴുതിയിരിക്കുന്നത്, പിന്നെ മാർപതക്കം എന്നാണ്. എൻ്റെ പ്രിയമുള്ളവർ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലെന്നല്ല, ഇതൊക്കെ പഠിച്ചാൽ സ്തോത്രം, നമ്മുടെയൊക്കെ സുരക്ഷിതത്വം, നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. ഈ മഹാപുരോഹിതൻ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, 39-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം, ഇത് രണ്ടും നിങ്ങളെ കുറിച്ചിടുക, വീട്ടിൽ ചെന്ന് വായിക്കുക. മഹാപുരോഹിതൻ, ആദ്യത്തെ മഹാപുരോഹിതൻ ആരായിരുന്നു? അഹ്റോൻ ധരിക്കേണ്ട, തൻ്റെ മാറത്ത് ധരിക്കേണ്ടെന്ന് പറഞ്ഞാൽ, താൻ ഈ നീള കുപ്പായം ധരിച്ചു കഴിഞ്ഞാൽ, ഈ നിലയങ്കി ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ തൻ്റെ മാറ് മൊത്തം മറച്ചുകൊണ്ട് അവൻ ധരിക്കേണ്ടതായിരുന്നു മാർപതക്കം. ഈ മാർപതക്കത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? മാർപതക്കത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ 12 ഗോത്രങ്ങളുടെയും പേര് ഇതിൽ എഴുതിയിരിക്കണം. എന്നിട്ട് തൻ്റെ ഹൃദയത്തോട് ചേർത്തു വെച്ച് അതിവിശുദ്ധ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ 12 ഗോത്രങ്ങൾക്ക് വേണ്ടി അഹ്റോൻ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക? പക്ഷവാദം ചെയ്യുക. ഇനിയും നോക്കണേ,
ഈ മാർവതക്കത്തില് ഈ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ ഇതിനകത്ത് ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരെഴുതിയ ഏഫോദ് എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരെഴുതിയ ഒരു ഏഫോദ്. ഇനിയും പോരാ, ഈ മഹാപുരോഹിതന്റെ മാറിൽ ഈ പതക്കം വെച്ചിട്ടുണ്ട്. പിന്നെ തോളിൽ, അതിനറിയപ്പെടുന്നത് തോൾപ്പതക്കം എന്നാണ്. ചുമൽ കണ്ടം, രണ്ടു വാക്കാ ഉപയോഗിച്ചത്. ചുമൽ കണ്ടവും പിന്നെ തോൾപ്പതക്കം. ഈ പതക്കത്തിൽ ഒരു ചുമലിൽ 6 ഗോത്രങ്ങളുടെ പേരും പിന്നെ മറു തോളിൽ 6 ഗോത്രങ്ങളുടെ പേരും എഴുതിക്കൊണ്ട് വേണം ഇദ്ദേഹം ദൈവസന്നിധിയിൽ നിൽക്കാൻ. എൻ്റെ കർത്താവിന് സ്തോത്രം, സ്തോത്രം. ഇത് 12 ഗോത്രങ്ങളുടെ പേരെഴുതാനേ അന്ന് സാധിക്കുള്ളായിരുന്നു. എന്നാൽ ഇന്നിവിടെ ഇരിക്കുന്ന ലോകത്തിൽ മുഴുവനുള്ള സകല ദൈവമക്കളുടെയും പേര് തന്റെ മാറിൽ വഹിച്ചുകൊണ്ട് നമ്മളെ കർത്താവ് സ്വർഗത്തിരിക്കുകയാണ്. നമ്മളെ മഹാവിന് സ്തോത്രം. ഒരു ദൈവം എത്ര സുരക്ഷിതമാണ് നമ്മൾക്ക് വേണ്ടി തൻ്റെ മാറിൽ നമ്മളെ വഹിച്ചുകൊണ്ട്. ഇനി വേറൊരു കാര്യം, ഹൃദയത്തിൻ്റെ മുകളിലാണ് ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ ഇസ്രായേൽ ജനത്തിൻ്റെ പേര് വഹിക്കുന്നത്, ഗോത്രങ്ങളുടെ. എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ തൻ്റെ ഹൃദയത്തിൻ്റെ മുകളിലല്ല, തൻ്റെ ഹൃദയത്തിൽ നമ്മളെ വെച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നത്. ഇത്രയും വിവരിക്കാനേ എനിക്ക് സാധിക്കും. മൂന്നാമതായിട്ട് കർത്താവിനെ കുറിച്ച് ഇവിടെ പറയുന്ന മൂന്നാമത്തെ കാര്യം, നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും ഞാൻ കണ്ടു. മൂന്നാമത്തെ എന്താ? 1 നിലയങ്കി, 2 മാറത്തെ പൊൻകച്ച അല്ലെങ്കിൽ മാർപതക്കം. മൂന്നാമതായി കേട്ടെ, അവന്റെ തലയും തലമുടിയും ഹിമം പോലെ വെളുത്തത്. ഇതെന്തിനെ കാണിക്കുകയാണ്? കർത്താവിന്റെ തലയും തലമുടി നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ഹിമം പോലെ വെളുത്തതെന്ന് പറയുമ്പോൾ പരിശുദ്ധിയെ കാണിക്കും. കർത്താവിന്റെ വിശുദ്ധ യേശു ക്രിസ്തു വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തില് യെശയ്യാവ് കാണുന്ന ദർശനത്തിലുണ്ട്. എന്താ? ദൈവത്തെക്കുറിച്ച് വാഴ്ത്തുമ്പോൾ ദൂതന്മാർ, കെരൂബുകൾ, സറാഫുകൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പറയുന്നത് എന്താ? പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. 3 പ്രാവശ്യം പറയുന്നുണ്ട് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധിയെ കാണിക്കും. ഒരു വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചു തരാമോ? ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നോക്കിയേ. ഈ തലയും തലമുടിയും ഹിമം പോലെ വെളുത്തത് എന്നുള്ളത് സൂചിപ്പിക്കുന്ന വേറൊരു കാര്യം കൂടെ ഞാനൊന്ന് ആ ഭാഗത്ത് നിന്ന് പറയാം. വെച്ചു. വയോധികനായ ഒരുത്തനിരുന്നു. ഉണ്ടോ? വയോധികനായ ഒരുത്തനിരുന്നു. തലയും തലമുടിയും എന്താ? ഹിമം പോലെ വെളുത്തതാണ്. ആ ഹിമം പോലെ വെളുത്ത് ഈ തലയും തലമുടിയും കാണുമ്പോൾ എൻ്റെ തലയും തലമുടിയും കാണുന്നുണ്ട്. എൻ്റെ പ്രായത്തെയാണ് കാണിക്കുന്നത്. സ്തോത്രം. അൽഫയും ഒമേഗയുമാണ് കർത്താവ്, യേശു കർത്താവ്. അവൻ വയോധികനാണ്. ഏൻഷ്യന്റ് ഓഫ് ഏജസ്, യുഗങ്ങൾക്ക് മുമ്പേ ഉണ്ടായവനല്ല, യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്, ഉണ്ടായിരുന്നവനാണ്. യേശുക്രിസ്തുവിന് എത്ര പ്രായമുണ്ട്?
ആർക്കും ചിന്തിക്കാൻ സാധിക്കത്തില്ല. കർത്താവ് നിത്യനാണ്, പിതാവ് നിത്യനാണ്, പുത്രനും നിത്യനാണ്. യേശു ക്രിസ്തുവിന്റെ നിത്യത്വത്തെ വെളിപ്പെടുത്തുന്നു. രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. തലയും തലമുടിയും ഹിമം പോലെ വെളുത്തത് എന്നുള്ളത് വ്യക്തമാക്കുന്നു. ഒന്ന്, യേശുക്രിസ്തുവിന്റെ സിൻലെസ്നെസ്, യേശുക്രിസ്തു പാപരഹിതനാണ്. രണ്ട്, യേശുക്രിസ്തുവിന്റെ നിത്യത്വം, കർത്താവ് നിത്യനാണ്, ഇറ്റേണലാണ് എന്ന് വെളിപ്പെടുത്തും. ഇനിയും നാലാമത് 14-ാം വാക്യം, തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയാണ്. നാലാമത് എന്താ? അല്ല, 14-ാം വാക്യം, ഹിമത്തോളം വെള്ളയും. പിന്നെ കണ്ണ്, അടുത്തത് കണ്ണിന്റെ പ്രത്യേകത. തലയും മുടിയും കഴിഞ്ഞു, പിന്നെന്താ? കണ്ണാണ്. കണ്ണെങ്ങനെ ഇരിക്കുന്നു? കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും. നമ്മള് സാധാരണ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് ഇത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന്. ബ്ലേസിംഗ് ഫയർ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അഗ്നി ജ്വാല എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് ബ്ലേസിംഗ് ഫയർ എന്നാണ്. കർത്താവിന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതാണ്. യോഹന്നാൻ ഈ കണ്ണിനെ കുറിച്ചൊക്കെ സുവിശേഷങ്ങളോട് ചേർത്ത് പറയണം. നിങ്ങൾ തന്നെ പഠിച്ചു കേട്ടോ, അങ്ങോട്ടൊക്കെ പോകാൻ നിർത്തിയില്ല. യേശു കർത്താവിന്റെ കണ്ണ് ആർദ്രതയുള്ള കണ്ണുകളായിരുന്നു. ആ കണ്ണിൽ നിന്ന് കണ്ടിട്ടുള്ളത് കണ്ണുനീരാണ്. വേദനപ്പെടുന്നവരുടെ അടുത്ത് നിന്ന് അവരുടെ വേദനയിൽ കണ്ണീരൊഴുക്കുന്ന കർത്താവിനെയാണ് സുവിശേഷങ്ങളിൽ കാണുന്നത്. പക്ഷെ സഭയ്ക്കകത്തെ കർത്താവ് അതല്ല. പിന്നെ അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണാണ്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഈ കണ്ണുകളെ കാണാൻ പറ്റുന്നു. ചുരുക്കത്തിൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. സഹോദരി സഹോദരന്മാരും കുഞ്ഞുങ്ങളും എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണേ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് എന്ന് പറഞ്ഞാൽ ആ കണ്ണിന് മറഞ്ഞിരിക്കുന്നതൊന്നും ഇല്ല. ഏത് കാര്യത്തെയും സൂക്ഷ്മമായി കാണുന്നവനാണ് കർത്താവ്. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ? അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തെന്താ പറയുന്നത് അറിയാമോ? അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. കേട്ടോ, യേശു കർത്താവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. എൻ്റെ കർത്താവിന് സ്തോത്രം. ഇത് രണ്ട് വിധത്തിൽ നമ്മളെ ധൈര്യപ്പെടുത്തും. ഒന്ന്, നമ്മളെ ധൈര്യപ്പെടുത്തും. രണ്ട്, നമ്മളെ ഭയപ്പെടുത്തും. എന്താ ധൈര്യപ്പെടുത്തുന്ന? എന്താ? നമ്മളെ കുറിച്ച് ഇല്ലാവചനോ ഉള്ള കള്ളത്തരോ മൊത്തം പറഞ്ഞാലും ഒരു ദൈവത്തിൽ വിഷമിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്നെ അറിയുന്നവൻ, എന്നെ കാണുന്നവൻ എൻ്റെ കർത്താവാണ്. സത്യം എന്തെന്ന് കർത്താവിനറിയാം. പിന്നെ ആരെവിടെ കിടന്ന് എന്തോ പറഞ്ഞാലും നമുക്കെന്താ വിഷയം? ഞാൻ മൗനമാനിക്കുന്നതിൻ്റെ ഹൃദയത്തിലെ വികാരത്തള്ളലുകൊണ്ടാണ് പ്രത്യേകം ഉണ്ടാകുന്നത്. ഇതൊരു ദൈവമുള്ള ധൈര്യമാണ്. 139-ാം സങ്കീർത്തനം ശരിക്കും വായിക്കണം കേട്ടോ. ഇരുട്ടുപോലും അവന് മറവായിരിക്കും. രാത്രിയിലും പകലും നമ്മളെ കാണുന്ന, നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും കാണുന്ന ഒരു കർത്താവ് നമുക്കുള്ളപ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മളെ മുഴുവനായി അറിയുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം.
ഞാൻ ആഞ്ഞങ്ങ് സ്വോത്രം പറഞ്ഞു. ഇത് നമ്മളെ ഭയപ്പെടുത്തുന്ന അല്ലേ? ആശ്വസിപ്പിക്കുന്നതോടൊപ്പം തന്നെ അഗ്നിജ്വാലക്കത്തെ കണ്ണാണെന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുകയും ചെയ്യേണ്ട കാര്യമാണ്. ഈ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലെ വിശ്വാസികളുടെ ന്യായവിധിയെക്കുറിച്ച് പറയുന്നു അല്ലേ? അവിടെ പറയുന്നുണ്ട്, തീ തന്നെ ശോധനയും. നമ്മുടെ പ്രവൃത്തികൾ മരം, പുല്ല്, വൈക്കോലാണെങ്കിലും പൊന്ന, വെള്ളി, വിലയേറിയ കല്ല് ആയാലും എന്ത് ചെയ്യും? തീക്കകത്തൂടെ അവിടെ തീയുണ്ടോ? ന്യായവിധി നടക്കുന്നിടത്ത് കർത്താവ് ന്യായാസനത്തിരിക്കുക, നമ്മളിപ്പുറത്ത് നിൽക്കുകയാണ്. അവിടെ ഇതിന്റെ നടുക്ക് തീയുണ്ടോ? നടുക്കുള്ള തീ ഏതാണെന്നറിയാം? അഗ്നിജ്വാലക്കൊത്തെ കണ്ണുകളാണ്. എൻ്റെയും നിങ്ങളുടെയും വീട്ടിലെ ടിവിയുടെ സ്ക്രീനില്ലേ, ആ സ്ക്രീൻ പോലെയാണ് ഈ 2 കണ്ണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള നമ്മുടെ ജീവിതം മുഴുവൻ ഈ കണ്ണിലൂടെ കയറി, ഈ കണ്ണുകളിലൂടെ കയറി ഇപ്പുറത്ത് വരുമ്പോൾ ദഹിക്കാനുള്ളത് വല്ലതുമുണ്ടെങ്കിൽ, വെന്തഴിയാനുള്ളത് വല്ലതുമുണ്ടെങ്കിൽ അവിടെ വെന്ത് അഴിയും. നിലനിൽക്കുന്നത് വല്ലതുമുണ്ടെങ്കിൽ ഇപ്പുറത്ത് വരും. ഏതിനാ പ്രതിഫലം? ഈ അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണിലൂടെ ഫിൽട്ടർ ചെയ്ത് ഇപ്പുറത്ത് വരുന്നതിനാണ് പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇനിയും സഭയ്ക്കകത്ത് ഈ അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണുകളാണ് നമ്മളെ ശോധന ചെയ്യുന്നത്. തിരുവത്താഴത്തിലൊക്കെ പങ്കുകൊള്ളുമ്പോൾ വളരെ ഭയത്തോടെ വേണം, സൂക്ഷിച്ച് വേണം. അത്രയും ഞാൻ പറയുന്നുള്ളൂ. അവിടുന്ന് മുന്നോട്ട് പോയേ നിവർത്തിയോ. ഇനി നമ്മുടെ കർത്താവിൻ്റെ കാലുകളെ കുറിച്ചാണ് 15-ാം വാക്യം. കർത്താവിൻ്റെ കാലെങ്ങനെയാണ്? ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ഒരൊറ്റ പാട്ട് മതി ഇതെല്ലാം പഠിക്കാൻ കേട്ടോ. ഏത് പാട്ടാണെന്നറിയാമോ? സ്തുതിപ്പിൻ സ്തുതിപ്പിൻ കാലുകളുലയിൽ കാച്ചി പഴുപ്പിച്ച. അതാരുടെ പാട്ടാണെന്നറിയാമോ? പലരും വിചാരിച്ചിരിക്കുന്നു സൈമൺ സാറിൻ്റെ പാട്ടാണെന്നാ പലരും ധരിച്ചിരിക്കുന്നത്. സൈമൺ സാറിൻ്റെ ആണോ? അല്ല, ജുസ്തോസ് യോസഫിൻ്റെയാണ് ആ പാട്ട്. ജുസ്തോസ് യോസഫിൻ്റെ പാട്ട്. അതിനകത്തുണ്ട് ഇത്. കാലുകൾ എവിടെ? ഉലയിൽ ചുട്ടു പഴിപ്പിച്ചതുപോലെ. ഇതെന്താ വെളിപ്പെടുത്തുന്നത്? കർത്താവിൻ്റെ കാലുകൾ ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. 2 വിധത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതൊക്കെ മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കുക കേട്ടോ. ധ്യാനിച്ചപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ കാലുകൾ അതീവ മനോഹരമാണ്, കാഴ്ചയ്ക്ക് മനോഹരമായ കാലുകളാണ് നമ്മുടെ കർത്താവിൻ്റെ കാലുകൾ. രണ്ടാമത്, കർത്താവിൻ്റെ കാലുകളുടെ ശക്തിയെ കാണിക്കുകയാണ്. യേശു ക്രിസ്തു ലോകത്തിൽ മഹാരാജാവായി ഭരിക്കുവാൻ പോകുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ കാലിനെ കാണിച്ചത്. കർത്താവ് തൻ്റെ ഈ കാലുകൊണ്ടാണ് പിശാചിനെ ചവിട്ടി കർത്താവ് അവനെ തോൽപ്പിച്ചത്. കാൽവരിയിലെ ക്രൂശിൽ വെച്ച് കർത്താവ് അവനെ തോൽപ്പിച്ചു. ഞാനൊരു ഭാഗം പറയാം, സമയം തീരാറായി അല്ലേ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിൽ പിതാവായ ദൈവം നൽകുന്ന വാഗ്ദത്തം 3:15 എന്താ?
പാമ്പിനോട് പറയുന്ന കാര്യം, ഞാൻ നിനക്കും സ്ത്രീക്കും, പിന്നെ നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. പലരും ഈ വാക്യങ്ങളൊക്കെ പറയുന്നത് തെറ്റിപ്പോകും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ എന്തുണ്ടാക്കും? ശത്രുത്വം ഉണ്ടാകും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുട്ടികാരൻ. എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? ക്രൂശിൽ നടന്ന രണ്ട് കാര്യങ്ങളാണ്. യേശുക്രിസ്തു എന്ത് ചെയ്തു? അവൻ്റെ തല തകർത്തു. സർപ്പം എന്ത് ചെയ്തു? ആ ചവിട്ടിയ കാലയിൽ അവൻ എന്ത് ചെയ്യേണ്ടി വന്നു? കർത്താവ് ക്രൂശിൽ മരിക്കേണ്ടി വന്നു അവൻ്റെ തല തകർക്കാൻ. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്ന ആ പ്രവചന ഭാഗത്തിൻ്റെ അർത്ഥം. യേശു കർത്താവിൻ്റെ മനോഹരമായ കാലുകൾ, ശക്തിയേറിയ കാലുകൾ. ഇനിയും ആറാമതായി കർത്താവിൻ്റെ ശബ്ദം. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഞാൻ വിശദീകരിക്കാതെ പറയട്ടെ. ഇതെന്തിനെ കാണിക്കുകയെന്നറിയാമോ? കർത്താവ് നൽകുന്ന സന്ദേശത്തെ കാണിക്കുക. അതിശക്തമായ കർത്താവിൻ്റെ സന്ദേശം, കർത്താവിൻ്റെ മെസ്സേജ്, കർത്താവിൻ്റെ ദൂതം. ഞാനത് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ കർത്താവിൻ്റെ ശബ്ദം അഥവാ കർത്താവിൻ്റെ ദൂതിൽ എന്തൊക്കെയുണ്ടെന്നറിയാമോ? കർത്താവിൻ്റെ ദൂതിൽ രക്ഷയുടെ സന്ദേശമുണ്ട്. 2, കർത്താവിൻ്റെ ദൂതിൽ പ്രത്യാശയുടെ സന്ദേശമുണ്ട്. കർത്താവിൻ്റെ ശബ്ദത്തിൽ സന്തോഷത്തിൻ്റെ ശബ്ദമുണ്ട്. കർത്താവിൻ്റെ ശബ്ദത്തിൽ നമ്മൾക്ക് ധൈര്യം പകരുന്ന സന്ദേശമുണ്ട്. കർത്താവിൻ്റെ ശബ്ദത്തിൽ ന്യായവിധിയുടെ ശബ്ദമുണ്ട്. ഇതെല്ലാം ഈ ശബ്ദത്തിൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്നു. ഇനിയും 7-ാമതായി 16-ാം വാക്യം, അവന്റെ വലങ്കയിൽ 7 നക്ഷത്രം. നമ്മൾ ചിന്തിച്ചതാണല്ലേ ഈ 7 നക്ഷത്രം എന്താ? 20-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്. എന്താ ഈ 7 നക്ഷത്രം? എന്താണ്? എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ? 7 നക്ഷത്രങ്ങൾ കർത്താവിന്റെ വലങ്കയിലെ 7 ദൂതന്മാരാണ്. 7 നക്ഷത്രം എന്താ? 7 ദൂതന്മാരാണ്. എന്തായാലും ആദ്യത്തെ ദിവസം തന്നെ ഞാനിത് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ. അപ്പോൾ ഒന്ന് പറഞ്ഞു, ഈ ദൂതന്മാരേതാ? സ്വർഗത്തിലെ ദൂതന്മാരാണോ? ഇങ്ങനാണെങ്കിൽ ക്ലാസ് ഞാൻ പറഞ്ഞു, ഇത് സ്വർഗത്തിലെ ദൂതന്മാരാണോ? അല്ല. പിന്നെ ഏത് ദൂതന്മാരാ? കർത്താവിങ്കൽ നിന്ന് ദൂത് പ്രാപിച്ച് സഭയ്ക്ക് ദൂത് നൽകുന്നവനാ, പ്രസംഗിക്കുന്നവനാ, പഠിപ്പിക്കുന്നവനാ. കേട്ടോ, ഞാനതിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഇവരിയ്ക്കുന്നത് എവിടാ? എവിടാ? കർത്താവിൻ്റെ വലം കയ്യിലാണ്. കേട്ടോ, കളിയാക്കാവുന്നതിൻ്റെ മാക്സിമം കളിയാകും, ഉപദ്രവിക്കാവുന്നതിൻ്റെ മാക്സിമം ഉപദ്രവിച്ചു. പിണങ്ങല്ലേ, ആരും പിണങ്ങല്ലേ. ഓർത്തോ, ഇവരിയ്ക്കുന്നത് എവിടെയാ? കർത്താവിൻ്റെ വലം കൈയെ ആക്രമിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഒരു ദൈവദാസനെ തോൽപ്പിക്കാൻ പറ്റൂ. ഒരു ദൈവദാസന്റെ സുരക്ഷിതത്വം, അവന്റെ സ്ഥാനം, മാത്രമല്ല അവരുടെ ശക്തി, യേശു കർത്താവിന്റെ വലങ്കയുടെ ശക്തിയാണ് ഒരു ദൈവദാസനിൽ വ്യാപരിക്കുന്നത്. ഇതിനകത്തായിരിക്കുന്നത് എല്ലാ ദൈവമക്കളെയും കാര്യത്തിലുണ്ടെങ്കിലും ദൈവദാസന്മാരുടെ, സഭയ്ക്ക് ദൂത് നൽകുന്ന ദൈവദാസന്മാരുടെ കാര്യത്തിൽ പ്രത്യേകമാണ്. ഞാൻ അവനുള്ള കയ്യിലിരിക്കയാൽ ആരുമില്ല നീക്കു
ഞാൻ എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ് എന്ന ധൈര്യം. ഇനിയും ഒരു ദൈവദാസന്റെ ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഉള്ളംകൈയിലാണ് എന്നുള്ള ധൈര്യമാണ്. ആ കൈയുടെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കൈ എന്താ? ശാശ്വത ഭുജമാണ്. 2, ഈ കൈയുടെ പ്രത്യേകത ശ്രദ്ധിച്ചേ. ആ കയ്യില് കാൽവരിയിലെ ക്രൂശിൽ വെച്ച് ആണി കൊണ്ട് അടിയേറ്റ ഒരു മുറിവുണ്ട്. ആ മുറിഞ്ഞ കയ്യിലാണ് ഒരു ദൈവദാസൻ ഇരിക്കുന്നത്. സ്തോത്രം. ഇതൊക്കെ നമ്മളെ ധൈര്യപ്പെടുത്തേണ്ട. കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്. നിരാശപ്പെടേണ്ട. ലോകത്തിൽ ഏറ്റവും അധികം ശത്രുക്കൾ അവർക്കാവുള്ളത്. എന്നാൽ ലോകത്തിൽ ഏറ്റവും അധികം സുരക്ഷിതമായ സ്ഥാനത്തിരിക്കുന്ന അവരാണ്. ഇവിടെ കർത്താവിൻ്റെ വലങ്കയിലാണ് അവരിയ്ക്കുന്നത്. നിങ്ങളെ ചിന്തിച്ചോളൂ. തീമോഥെയോസ് ലേഖനത്തിലൊക്കെ 2 തീമോഥെയോസ് 1:12 പറയുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ആരെ വിശ്വസിക്കുന്നു അവനെ ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ. ഇതൊരു ദൈവദാസന്റെ ധൈര്യമാണ്. ഇനി എത്രയോ വാക്യങ്ങളുണ്ട്. ഇനിയും 20 നിർത്തണം, അല്ലേ? 8:20 നിർത്തുവാണ്. 8-ാമതായിട്ട് 16-ാം വാക്യത്തിൽ നോക്കിയേ. അവിടുത്തെ വായിൽ നിന്ന്, കർത്താവിൻ്റെ വായിൽ നിന്ന് ഇരുവായ്ത്തല വാൾ പുറപ്പെടും. ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഞാനിതെങ്ങനെ പറയാം. ഈ ഇരുവായ്ത്തല വാൾ എന്തിനും കാണിക്കുകയാണ്? ഇരുവായ്ത്തല വാളെന്ന് പറഞ്ഞാൽ ചിലർ പറയും മുന്നോട്ടും വിട്ടും പുറകോട്ടും വിട്ടും. അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കേണ്ട. അങ്ങനെയൊന്നും അല്ല. അതിൻ്റെ ശരിക്കുള്ള വ്യാഖ്യാനം മുന്നോട്ടും വിട്ടും പുറകോട്ടും വിട്ടും എന്നല്ല. കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഇരുവായ്ത്തല വാളിന് 2 സ്വഭാവമുണ്ട്. ഇരുവായ്ത്തല വാളെന്താ? എബ്രായർ 4:12. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായ ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ. അപ്പൊ എന്താ ഇരുവായ്ത്തല വാളെന്താ? ദൈവവചനമാണ്. ഈ ഇരുവായ്ത്തല എന്തിനാണെന്നറിയാമോ? ഒരു വായ്ത്തല രക്ഷിക്കും, മറ്റേ വായ്ത്തല ന്യായം വിധിക്കും. ദൈവവചനം ചെയ്യുന്ന 2 ജോലികളാണ്. ഒന്ന് അത് രക്ഷിക്കും, മറ്റത് അത് ന്യായം വിധിക്കും. ഇന്ന് രക്ഷിക്കും, നാളെ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. ദൈവത്തിന് സ്തോത്രം. അത്രയും മതിയല്ലോ. ഇരുവായ്ത്തല വാളിനെ കുറിച്ച് മുമ്പേ ചിന്തിച്ച് അത്ര വിശാലമായിട്ട് ചിന്തിക്കുവാൻ സാധിക്കുന്നു. 9-ാമതായി കർത്താവിൻ്റെ മുഖം കണ്ടു. 16-ാം വാക്യം. സൂര്യന്റെ ശക്തിയോടെ പ്രകാശിക്കും. ഇതധികം ആരും കണ്ടിട്ടില്ല. ഈ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന യേശുവിൻ്റെ മുഖം അധികം പേരും കണ്ടിട്ടില്ല. പക്ഷെ യോഹന്നാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. യോഹന്നാനും പത്രോസും യാക്കോബും എവിടെ വെച്ച്? മറുരൂപമലയിൽ വെച്ച് ഒരിക്കൽ കണ്ടു. ആ മഹത്വ സമ്പൂർണനായ കർത്താവിൻ്റെ മഹത്വമുള്ള മുഖം യോഹന്നാൻ ഒരിക്കൽ കൂടെ ഇവിടെ വെച്ച് കാണില്ല. പത്മോസ് ദ്വീപിൽ വെച്ച് ഒരിക്കലൂടെ കാണില്ല. ഞാൻ വായിച്ചു നിർത്തട്ടെ. 1-ാം അധ്യായം തീർക്കുമ്പോൾ ഇത്രയും പറഞ്ഞു നിർത്തിയാൽ പോലും ഈ മഹത്വ സമ്പൂർണനായ കർത്താവിനെ കണ്ടപ്പോൾ 18-ാം വാക്യം അല്ല 18-ാം വാക്യം തുടങ്ങുന്നത് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ഞാൻ മരിച്ചവനെ പോലെ. ഇനിയും 17-ാം വാക്യം മരിച്ചവനെ 17ആണ്. സോറി, എനിക്ക് തെറ്റുപറ്റി. 17-ാം വാക്യം കാൽക്കൽ വീണു. പിന്നെ എൻ്റെ വലങ്കൈ എൻ്റെ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വലങ്കയിലിരിക്കുന്ന നക്ഷത്രമാണ്. പിന്നെ ആ വലങ്കൈ എന്ത് ചെയ്യുന്ന? യോഹന്നാന്റെ മേൽ എന്നുവെച്ച് എന്നിട്ട് കർത്താവ് പറയുകയാണ്, എന്താ? ഇയാൾ പേടിച്ചു പോയി, ഭയപ്പെട്ടു പോയി. അതാ പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഞാൻ ആരാ? ഞാൻ ആദ്യനും അൽഫയും ഒമേഗയുമാണ്. ഞാൻ ആദ്യനും. ഈ അധ്യായത്തിൽ ആവർത്തിച്ചു വരുന്ന കാര്യം. പിന്നെ
ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. എഴുന്നേക്കാൻ പറഞ്ഞു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശവും. മരണത്തിൻ്റെ അധീനതയിൽ കിടക്കുന്നവനെ തുറന്ന് അവിടുന്ന് സ്വതന്ത്രനാക്കാൻ, മരണത്തിലേക്ക് ഒരുത്തനെ വിടാനുമുള്ള താക്കോൽ ആരുടെ കയ്യിലാണ്? യേശുവിൻ്റെ കയ്യിലാണ്. സ്വതന്ത്രനാക്കാനും തിരിച്ചങ്ങോട്ട് വിടാനുമുള്ള താക്കോൽ യേശു കർത്താവിൻ്റെ കയ്യിൽ. പിന്നീട് കർത്താവ് പറയുകയാണ്, നീ കണ്ടതും നിയോഗം ആവർത്തിക്കുക. നിയോഗം ആവർത്തിക്കുക. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കുവാനുള്ളതും എന്ത് ചെയ്യണം? എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊന്നിലവിളക്കിൻ്റെ വിവരവും എഴുതുക. എന്താ? 7 നക്ഷത്രം, 7 ദൂതന്മാരാണ്. ഇത് കർത്താവിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്. ഈ ഭാഗം നമ്മൾ വ്യാഖ്യാനിക്കണ്ട. ദൂതന്മാരാരാണെന്നും നിലവിളക്കുകൾ എന്താണെന്നും നമ്മൾ വ്യാഖ്യാനിക്കണ്ട. കർത്താവ് തന്നെ വ്യാഖ്യാനിച്ചു തന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിർത്തട്ടെ. എനിക്കറിയാം ഇന്നത്തെ ക്ലാസ് അത്ര കണ്ട് സമ്പൂർണ്ണമല്ല എന്നെനിക്കറിയാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടായില്ലെന്നല്ല ഞാൻ പറയുന്നത്, അത്ര പൂർണ്ണമല്ല. ഒടുവിൽ വന്നപ്പോൾ ഞാൻ സ്പീഡിൽ കൊണ്ടുവന്ന് ഇടിച്ച് നിർത്തുകയാണ് ചെയ്തത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൈ, വലം കൈ നമ്മുടെ മേലുണ്ട്. ആർക്കും ഒരു ശക്തിക്കും നമ്മളെ ഉപദ്രവിക്കുവാൻ സാധിക്കുക. കർത്താവിൻ്റെ ശക്തമായ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നു. ഭയപ്പെടേണ്ട കേട്ടോ, ഭയപ്പെടേണ്ട. ഇത് നമ്മുടെ ധൈര്യത്തിനുള്ള സന്ദേശമായി ഏറ്റെടുത്ത് നമ്മൾക്ക് കർത്താവിനെ സേവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.